വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലുണ്ട്. ഇന്നലെ രാത്രി സംഭവിച്ചതാണ്, അതിന്റെ തുടർച്ചയാണ്. അതായത് നമ്മുടെ താമരശ്ശേരി ചുരത്തിൽ വലിയ പ്രശ്നമാണ്. അവിടെ മണ്ണും പാറയും ഒക്കെ ഇടിഞ്ഞു വീണ് ഗതാഗതമൊക്കെ നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയൊരു അപകടം തലനാരിഴയ്ക്കാണ് ഇന്നലെ ഒഴിഞ്ഞു പോയത് എന്ന് ഏറ്റവും ആശ്വാസത്തോടെ പറയേണ്ടി വരും. കാരണം ആ മണ്ണും കല്ലുമൊക്കെ ഇടിഞ്ഞു വീഴുന്ന സമയത്ത് വ്യൂ പോയിന്റിൽ ആളുണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ഏതായാലും ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. ആരെങ്കിലും വയനാട് ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ താമരശ്ശേരി വഴി പോകേണ്ട, അതിലെ വണ്ടി കടത്തിവിടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് പ്രശ്നമാണ്. ആ മേഖല മറ്റു വഴികളിലൂടെ കുറ്റ്യാടി ചുരമൊക്കെ വഴി കയറി പോകാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. ഗതാഗതം എപ്പോൾ പുനഃസ്ഥാപിക്കുമെന്നതിൽ ഒരു വ്യക്തതയില്ല. ജോഷ്ല ഇപ്പോൾ എന്നോടൊപ്പം ചേരുകയാണ്. വയനാട്ടിൽ നിന്ന് ടെലിഫോണിലാണ് ജോഷ്ല ചേരുന്നത്. ജോഷ്ല, ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. ഈ കല്ലും മണ്ണും പാറകളും ഒക്കെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ റോഡിൽ നിന്ന്? ഒപ്പം തന്നെ ഗതാഗതം എപ്പോഴേക്കാകും പുനഃസ്ഥാപിക്കുക? ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷാ പരിശോധനകളാണ് പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായിട്ട് ചുരത്തിൽ നടക്കുക? ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന കാര്യം കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. കാരണം ചുരത്തിൽ വ്യൂ പോയിന്റിൽ ഇന്നലെ രാത്രി ഏകദേശം 7 മണിയോട് കൂടിയാണ് മണ്ണിടിച്ചിലുണ്ടായിരുന്നത്. മണ്ണിടിച്ചിൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പാറക്കെട്ടുകളും അതുപോലെ തന്നെ മരങ്ങളും അടക്കം മേലെ നിന്നും അടർന്നു വീഴുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു വീടിന്റെ പൊക്കത്തിൽ, ഒരു ഒറ്റനില വീടിന്റെ പൊക്കത്തിലോളം ഇത്തരത്തിൽ മണ്ണിടിച്ചിലും പാറക്കല്ലുകൾ വീഴുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. ആ അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് തന്നെ മാറ്റി ഏകദേശം 9:45 ഒരു വഴിക്ക് മാത്രം വാഹനങ്ങൾ കടത്തിവിടുന്ന അവസ്ഥയിലേക്ക് ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് 9:45 ആവുമ്പോഴേക്കും രാത്രിയോടുകൂടി ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടാൻ സാധിച്ചിട്ടുള്ളത്. അത് ചുരത്തിൽ കുടുങ്ങിക്കിടന്ന വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിട്ടിട്ടുള്ളത്. ഇപ്പോൾ ചുരം പൂർണ്ണമായും കാലിയായി എന്ന് വേണം പറയാം. അതായത് കുടുങ്ങിക്കിടന്ന വാഹനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനി പുതുതായി വാഹനങ്ങൾ ഒന്നും തന്നെ കടത്തിവിടില്ല. ഇതുവഴിയുള്ള താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ നിന്നും പൊട്ടിവീണ പാറക്കല്ലുകൾ അത് വീണ്ടും അവിടെ പാറക്കല്ലുകൾ പൊട്ടിവീഴാൻ സാധ്യതയുണ്ടോ എന്നുള്ള പരിശോധന നടത്തിയതിനു ശേഷം, സ്റ്റെബിലിറ്റി പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂ. കാരണം ഈ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് അവിടെ വീഴാൻ നിൽക്കുന്ന പാറക്കല്ലുകൾ ഉണ്ടോ എന്നുള്ള സംശയം, ഇനിയും മണ്ണിടിച്ചിലുണ്ടാകുമോ, പാറക്കെട്ടുകൾ ഇടിഞ്ഞു വരുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ധൈര്യമായി കടത്തിവിടാൻ സാധിക്കുകയില്ല. അവശ്യ സർവീസുകൾ, പെട്ടെന്ന് ആർക്കെങ്കിലും അസുഖമുണ്ടായാൽ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും വിഷയമുണ്ടായാൽ, ആംബുലൻസുകൾ അത്തരത്തിൽ എന്തെങ്കിലും വിഷയമുണ്ടായാൽ മാത്രം കടത്തിവിടും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുറ്റ്യാടി ചുരത്തിലും ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമല്ലേ? കാരണം ഈ വസ്തുവിടെ പോകാൻ കഴിയാതെ വരുമ്പോൾ ആളുകൾ കുറ്റ്യാടി വഴി ആശ്രയിക്കും. അപ്പോൾ ബ്ലോക്ക് ഉണ്ടാകുമല്ലേ? അത് സ്വാഭാവികമാണല്ലേ? തീർച്ചയായും മറ്റു ചുരങ്ങൾ ആശ്രയിക്കുന്നത് കൊണ്ട് വൻ ബ്ലോക്ക് അനുഭവപ്പെടുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ഇന്ന് പ്രധാനമായും കാര്യമായ യാത്രകളൊന്നുമില്ലെങ്കിൽ യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നതാണ് യാത്രക്കാരോടും പ്രേക്ഷകരോടും പറയാനുള്ളത്. കാരണം ചുരത്തിൽ ബ്ലോക്ക് എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് മാറ്റിയെടുക്കാൻ വലിയ പ്രയാസങ്ങളായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇന്നലെ വലിയൊരു അപകടം തലനാരിഴയ്ക്കാണല്ലോ ഒഴിവായി പോയത്. ആ വ്യൂ പോയിന്റിൽ സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ, വ്യൂ പോയിന്റിൽ ആളുകൾ നിന്ന് ഭംഗി ആസ്വദിക്കാറുള്ള സ്ഥലമാണ്. ഇന്നലെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് വലിയ അപകടം ഒഴിവായതല്ലേ? തീർച്ചയായും ഇന്നലെ വൻ വിഷയമായിരുന്നു അത്. അതിന്റെ കാരണം അതിന്റെ മേലെ ഇത്തരത്തിലൊരു പൊട്ടലുണ്ടാകാൻ മാത്രമുള്ള ഒരു മഴ ഇന്നലെ ഉണ്ടായിട്ടില്ല. ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനു മുൻപുണ്ടായ മഴയുടെ പ്രത്യാഘാതം ആയിരിക്കാം ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായത്. ചുരത്തിൽ പല സ്ഥലത്തും ഇത്തരത്തിൽ ഇളകി നിൽക്കുന്ന പാറകളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ വലിയ ഭാഗ്യം എന്ന് വേണം പറയാം. അല്ലെങ്കിൽ തലനാരിഴക്കാണ് യാത്രക്കാരില്ലാതെ, അല്ലെങ്കിൽ ആ സമയത്ത് ആരുമില്ലാതെ. നമ്മൾ മുൻപേ കണ്ടതാണ്, ഒരു ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവം നമുക്കറിയാം. പെട്ടെന്നൊരു പാറക്കഷ്ണം വന്നു വീണ് മരിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് എന്ന് വേണം പറയാൻ യാത്രക്കാർ രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ ഇത്രയധികം വലിയ മണ്ണിടിച്ചിലും പാറക്കല്ലുകളും ഇളകി വന്നിട്ടും ആർക്കും ഒരു അപകടവുമില്ലാതെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഏകദേശം 7 മണിയോട് കൂടിയുള്ള ഈ അപകടാവസ്ഥ ഒഴിവാക്കാൻ പോലീസിനും ഫയർഫോഴ്സിനും ഏകദേശം 9:45 കൂടി സാധിച്ചു എന്നുള്ളതും ഏറ്റവും പ്രശംസനീയമായ കാര്യമാണ്. ഈ പൂർണ്ണമായിട്ടും ഈ കല്ലും മണ്ണുമെല്ലാം റോഡിൽ നിന്ന് നീക്കം ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ അല്ലേ? റോഡിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഗതാഗതം ഇന്ന് പുനഃസ്ഥാപിക്കാൻ സാധ്യതയില്ല. സ്റ്റെബിലിറ്റി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കുമോ എന്നുള്ള കാര്യത്തിൽ തീർച്ച ഉണ്ടാവുകയുള്ളൂ. ശരി ജോഷ്ല, ഓക്കെ, താങ്ക് യു. അപ്പോൾ ജോഷ്ലയാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. നോക്കൂ, വയനാട് ചുരം
വയനാട്ടിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാപാതയാണ്, യാത്രാമാർഗ്ഗമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആവശ്യങ്ങളില്ലെങ്കിൽ അത്യാവശ്യങ്ങളില്ലെങ്കിൽ വയനാട്ടിലേക്ക് ആരെങ്കിലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ യാത്ര മാറ്റിവെക്കുക തൽക്കാലത്തേക്ക്. കാരണം ചുരത്തിൽ വലിയ ബ്ലോക്കാണ്. അതുമാത്രമല്ല, താമരശ്ശേരി ചുരം അടച്ചതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കുറ്റ്യാടി ചുരത്തിൽ തിരക്ക് കൂടും. അവിടെയും വലിയ ബ്ലോക്ക് രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായി നിങ്ങൾ കുടുങ്ങിക്കിടക്കും. മാത്രമല്ല വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ പരമാവധി ഇന്ന് യാത്രകൾ വയനാട്ടിലേക്ക് ഒഴിവാക്കുക. ഈ റോഡ് ശരിയാക്കിയതിനു ശേഷം അത്യാവശ്യങ്ങളില്ലെങ്കിൽ നമുക്ക് പോകാം. അതല്ല, ഇനി പോയേ പറ്റുമെങ്കിൽ മറ്റു മാർഗ്ഗങ്ങൾ തേടുക എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റു ചുരങ്ങൾ വഴി പോവുക എന്ന് മാത്രമാണ്. പക്ഷേ അപ്പോഴും വളരെ ജാഗ്രതയോടെ സൂക്ഷിച്ച് വേണം പോകാൻ. ഈ മഴയൊക്കെ പെയ്തു നിൽക്കുകയാണ്. ഏത് സമയത്തും ഇത്തരത്തിൽ മണ്ണും കല്ലുമൊക്കെ റോഡിലേക്ക് വീഴാം. വയനാടിൻ്റെയൊക്കെ ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇപ്പോൾ ജോഷിൽ പറഞ്ഞതുപോലെ ഇന്നലെ അവിടെ കാര്യമായിട്ട് മഴയുണ്ടായിരുന്നില്ല, ചാറ്റൽ മഴ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും കല്ലും മണ്ണും പാറയും ഒക്കെ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ആ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അവിടെ നിന്നാൽ അവിടെ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ആ ഭാഗത്തിൻ്റെ വലിയ മനോഹരമായ കാഴ്ച കിട്ടും. അതുകൊണ്ട് തന്നെ അത് ആസ്വദിക്കാൻ ആളുകൾ ഒരുപാട് ഇറങ്ങി നിൽക്കുന്ന ഇടം കൂടിയാണ്. പക്ഷേ ഇന്നലെ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് അപകടം ഒഴിവാക്കിയത്. അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കൂ, എത്രമാത്രം വലിയ ദുരന്തമായിരിക്കും ഉണ്ടാകാൻ പോവുക. ഭാഗ്യം കൊണ്ട് അത് ഒഴിഞ്ഞുപോയി എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ഏതായാലും യാത്രകൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒഴിവാക്കുക വയനാട്ടിലേക്ക്. ആവശ്യം ഇല്ലാത്തവർ, അത്യാവശ്യമില്ലാത്തവർ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.